ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, തീർച്ചയായും കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും. തുലാം രാശിയുടെ രാശി അധിപൻ ശുക്രനാണ്. ചിത്രയുടെ 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. നിങ്ങളുടെ രാശി അധിപനായ ശുക്രൻ 12ാം ഭാവത്തിൽ, 5-ൽ രാഹു, 6-ൽ ശനി, 9-ൽ ചൊവ്വ, 10-ൽ വ്യാഴം, 11-ൽ ബുധൻ, സൂര്യൻ, കേതുവുമാണ്. അപ്പോൾ ഈ മാസം രാശി പരിവർത്തനം ചെയ്യുന്ന ഗ്രഹങ്ങൾ 3 സെപ്റ്റംബറിന് ശുക്രനും, 7 സെപ്റ്റംബറിന് ബുധനും, 17 സെപ്റ്റംബറിന് സൂര്യനും, 19 സെപ്റ്റംബറിന് ചൊവ്വയുമാണ് രാശിമാറ്റം ചെയ്യുന്ന ഗ്രഹങ്ങൾ. ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? സെപ്റ്റംബർ മാസം തുലാം രാശിക്കാർക്ക് വളർച്ചയും മാറ്റങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്ന മാസമാണ്. പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ ഭാഗത്തേക്കാൾ സെപ്റ്റംബർ 3-ന് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറാനുള്ള സാധ്യത കാണുന്നു. രാശാധിപനായ ശുക്രൻ 12ാം ഭാവത്തിൽ നിന്നും 1-ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ്. ആത്മവിശ്വാസം, വ്യക്തിത്വം, സൗന്ദര്യം, ആകർഷണം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത. അതേസമയം 10ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ ഗുരു കരിയർ, ജോലി, സ്ഥാനമാറ്റം, അംഗീകാരം എന്നിവയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന ഘടകമാണ്. നിങ്ങളുടെ ആരോഗ്യം, 6ാം ഭാവത്തിലെ വക്രശനി ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. പഴയതായി ഉണ്ടായിരുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യത. പ്രത്യേകിച്ച് അമിത ജോലി മൂലമുള്ള ക്ഷീണം, ഉറക്കക്കുറവ്, ശരീരവേദന, ദഹനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദം എന്നിവ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ 6ാം ഭാവത്തിലെ ശനി ശത്രുക്കളെയും രോഗങ്ങളെയും നേരിടാനുള്ള ക്ഷമയും സ്ഥിരതയും നൽകും. ആരോഗ്യരംഗത്ത് നേരത്തെ തന്നെ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. സെപ്റ്റംബർ മാസത്തിലെ പ്രധാന ആരോഗ്യ സന്ദേശം പ്രശ്നം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നേരത്തെ തന്നെ ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നതാണ്. എഡ്യൂക്കേഷൻ നോക്കുന്നത് 5ാം ഭാവമാണ്. 5ാം ഭാവത്ത് രാഹു കാരണം കുട്ടികളുടെ കോൺസെൻട്രേഷൻ കുറയുന്നതിനും ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നതിനുമുള്ള സാധ്യത. ഓവർ തിങ്കിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസ് പഠനത്തെ